ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതാദ്യം എല്ലാവരും പോയി കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി തോന്നുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. The Avatar. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആങ്ങും കട്ടാരയും സോക്കയും അടുത്തതായിട്ട് പോകാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ അവർ ഓരോ സ്ഥലമായിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു മാപ്പിൽ നോക്കി. അതിൽ ആദ്യം ഇനി അവർ പോകാൻ പോകുന്നത് എയർ ടെമ്പിളിലേക്കാണ്. ഇവരൊക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തതിനു ശേഷം പോകാൻ വേണ്ടി തയ്യാറാവാണ്. പ്രത്യേകിച്ച് ആങ്ങിനാണ് കൂടുതൽ സന്തോഷം. കാരണം അവൻ ജനിച്ചു വളർന്ന എയർ ടെമ്പിളിലേക്കാണ് ഇവരിനി പോകുന്നത്. പക്ഷെ സോക്ക മാത്രം ഇപ്പോൾ എഴുന്നേൽക്കുന്നില്ല. ആങ് സോക്കയോട് പറയുന്നുണ്ട്, എടാ എഴുന്നേൽക്കടാ, നമുക്ക് പെട്ടെന്ന് പോവാലോ, നീ ഒന്ന് പോടാ ചെറുക്ക, ടെമ്പിളൊക്കെ നമുക്ക് നാളെ കാണാം, ഫസ്റ്റ് പ്രയോറിറ്റി ഉറക്കത്തിന് മാത്രം. ഇപ്പൊ സോക്കയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആങ് ഒരു കാര്യം ചെയ്യും. ഒരു വടിയെടുത്ത് അവന്റെ ദേഹത്ത് വെച്ച്, സോക്ക ഒരു വലിയ പാമ്പ് നിന്റെ ദേഹത്ത്. അത് കേൾക്കേണ്ട താമസം സോക്ക ചാടി എണീറ്റ് നേരെ കമിഴ്ന്നടിച്ചു വീഴുന്നു. ഇപ്പോൾ സൂക്കോയും അങ്കിൾ ഐറോയും അവരുടെ കപ്പൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്കിൾ പെട്ടെന്ന് തന്നെ കപ്പലിന്റെ പണി തീർക്കാൻ പറയാം, നമുക്ക് സമയം കളയാൻ തീരെയില്ല, എനിക്ക് അവനെ കണ്ടുപിടിക്കണം. മോനെ സൂക്കോ, നീ നമ്മുടെ അവതാരണയാണോ ഉദ്ദേശിച്ചേ? അങ്കിൾ നിങ്ങൾ ഇവിടെ വെച്ച് അവന്റെ പേര് പറയരുത്. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ ഫയർ ബെൻഡേഴ്സും അവന്റെ പുറകെ ആയിരിക്കും. എന്റെ വഴിയിൽ വരാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇവര് പറയുന്നത് കേട്ടുകൊണ്ട് ഒരു ഫയർ ബെൻഡർ അവിടേക്ക് വരുന്നു. പ്രിൻസ് സൂക്കോ, നിങ്ങൾ എന്തിന്റെ കാര്യമാണ് പറഞ്ഞത്? ഇയാളുടെ പേരാണ് സാവോ. വെറും സാവോ അല്ല, കമാൻഡർ സാവോ. ഫയർ ലോർഡിന്റെ മകനും അനിയനും എന്റെ സ്ഥലത്തേക്ക് സ്വാഗതം. അതിരിക്കട്ടെ, രണ്ടുപേരും ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത്? അതിന് അങ്കിൾ പറയും, അതൊന്നുമില്ല, ഞങ്ങളുടെ കപ്പലിന് ചെറുതായിട്ടൊരു ഡാമേജ്, അതൊന്ന് തീർത്തു തന്നാ മതി. ഇത് ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ടല്ലോ എന്ന് സാവോ പറയുന്നു. ഇത് അവതാർ രക്ഷപ്പെട്ടപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാൻ പൊളിയും. അതുകൊണ്ട് സൂക്കോ പറയും, കമാൻഡർ സാവോ, ഇതെന്തു പറ്റിയതാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. അങ്കിൾ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. എന്ത്? ഞാനോ? ഓ ഞാൻ പറയാം. സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തിലോ ചെന്ന് ഇടിക്കുകയായിരുന്നു, അല്ലേ സൂക്കോ? അതെ അതെ, അതെനിക്ക് തോന്നുന്നു എർത്ത് കിങ്ഡത്തിന്റെ കപ്പലിലാണെന്ന് എന്ന് സൂക്കോയും പറയുന്നു. ഇതൊക്കെ കേട്ട് കമാൻഡർ സാവോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവരെ ഒരു ഡ്രിങ്ക്സിന് വേണ്ടി ക്ഷണിക്കുന്നു. പക്ഷേ അത് കേട്ട ഉടനെ തന്നെ സൂക്കോ ഇല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്കിൾ ഐറോ അവനെ തടയും. അങ്ങനെ രണ്ടുപേരും സാവോയുടെ കൂടെ പോകുന്നു. ഇവിടെ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോക്കയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ അവൻ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും ഭക്ഷണം കാണാനില്ല. സോക്ക ആരാണ് എന്റെ ഭക്ഷണം തീർത്തതെന്ന് ചോദിക്കുന്നു. അത് ആങ് ഇന്നലെ രാത്രി കത്തിക്കാൻ വേണ്ടി ഭക്ഷണമാണ് എടുത്തത്. എടാ ദ്രോഹി, വെറുതെ അല്ല ഇന്നലെ വന്ന പുകയ്ക്ക് നല്ല മണം, അത് നിന്റെ പണിയായിരുന്നല്ലേ? അങ്ങനെ യാത്ര ചെയ്ത് അവരവസാനം പറ്റോല മൗണ്ടൻ റേഞ്ചിലേക്ക് എത്തി. അത് കാണുന്ന ആങ് പറയും, ഇനി അധിക ദൂരമില്ല, നമ്മൾ എത്താനായി. പക്ഷേ അത് കേൾക്കുന്ന കട്ടാരയ്ക്ക് എന്തോ പോലെ ഫീൽ ചെയ്ത് അവനോട് പറയും, ആങ് അവിടെ എത്തുന്നതിന് മുന്നേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് എയർ ബെൻഡേഴ്സിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഫയർ നേഷൻ ഒരുപാട് ക്രൂരന്മാരാണ്. അവരാണ് എന്റെ അമ്മയെ കൊന്നത്. ചിലപ്പോൾ എയർ ബെൻഡേഴ്സിനോടും അവരത് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആങ് അതൊന്നും സമ്മതിക്കില്ല. കട്ടാര, എയർ ബെൻഡേഴ്സിന്റെ അടുത്തെത്താനുള്ള ഒരേ ഒരു വഴി ഇതുപോലെ പറക്കുന്ന ബൈസൺസ് ആണ്. അതുകൊണ്ട് ഫയർ നേഷനിലെ ആൾക്കാർക്ക് എയർ ബെൻഡേഴ്സിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. നീ കേട്ട കഥ മുഴുവൻ കെട്ടുകഥകളാണ്. സത്യത്തിൽ എയർ ബെൻഡേഴ്സ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. അങ്ങനെ അവർ പറന്നുയർന്ന് അവസാനം സൗത്തേൺ എയർ ടെമ്പിൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ ക്യാപ്റ്റൻ സാവോ ഈ വർഷത്തിന്റെ അവസാനം ഫയർ നേഷൻ ഈ യുദ്ധത്തിൽ ജയിക്കും. അങ്ങനെ ഫയർ ലോർഡ് ഈ ലോകത്തിന്റെ മുഴുവൻ കൺട്രോളും ഫയർ നേഷനിലേക്ക് കൊണ്ടുവരും. അത് കേട്ട് സൂക്കോ പറയും, ഈ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ എന്റെ അച്ഛന്റെ പുറകെ കൊണ്ടുവരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വെറും മണ്ടത്തരം മാത്രമാണ്. 2 വർഷം കടലിൽ നിന്നപ്പോഴേക്കും നിന്റെ നാവിന്റെ നീളം ഇത്തിരി കൂടിയിട്ടുണ്ട്. അതിരിക്കട്ടെ, എന്തായി നിന്റെ അവതാറിന്റെ അന്വേഷണം? ഈ സാവോ ഇത്തിരി വൃത്തികെട്ടവനാണ്. പ്രശസ്തി നേടാൻ വേണ്ടി അവൻ എന്തു ചെയ്യും. അതുകൊണ്ട് സൂക്കോ പറയും, അവതാറിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, അവൻ ആരാന്ന് പോലും എനിക്കറിയില്ല, അവൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അവിടെയുള്ള ഫയർ ബെൻഡേഴ്സ് അവനെ തടയുന്നു. ഇപ്പോൾ അവിടേക്ക് ഒരു ഫയർ ബെൻഡർ വരുന്നു. കമാൻഡർ സാവോ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ജോലിക്കാരെ ചോദ്യം ചെയ്തു. പ്രിൻസ് സൂക്കോയുടെ തടവിൽ അവതാർ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. ഇത് കേട്ട് സാവോ സൂക്കോയോട് ചോദിക്കുന്നു, ഇനി നിങ്ങൾ പറ, എങ്ങനെയാണ് നിങ്ങളുടെ കപ്പലിൽ ഡാമേജ് വന്നതെന്ന്? ഇവിടെ എല്ലാവരും എയർ ടെമ്പിളിലേക്ക് നല്ല സന്തോഷത്തിൽ കയറി പോകുന്ന സമയത്ത് സോക്ക മാത്രം വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തിന്നാൻ താടാ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഇപ്പോ ആങ് അവൻ പണ്ട് എയർബോൾ കളിച്ചിരുന്ന സ്ഥലത്തേക്ക് നോക്കി സങ്കടപ്പെടുന്നു. കാരണം പണ്ട് അവിടെ എയർ ബെൻഡേഴ്സും എയർ ബൈസൺസും കുരങ്ങന്മാരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ ആരുമില്ല. അങ്ങനെ ആങ്ങിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി സോക്ക അവന്റെ കൂടെ എയർബോൾ കളിക്കാൻ വേണ്ടി പോകുന്നു. എയർബോൾ കളിക്കാൻ വേണ്ടി നിൽക്കുന്ന സോക്കയെ ആദ്യം തന്നെ ആങ് അവന്റെ ബോൾ കൊണ്ട് അടിച്ചു തെറിപ്പിക്കുന്നു. നിലത്ത്
നിലത്തേക്ക് വീഴുന്ന സോക്കയും അടുത്തുണ്ടായിരുന്ന കട്ടാരയും അടുത്തുണ്ടായിരുന്ന ഫയർ ബെൻഡേഴ്സിന്റെ ഹെൽമെറ്റ് കാണുന്നു. ഈ കാര്യം പറയാനായിട്ട് അവർ ആങ്ങിനെ വിളിക്കുന്നു. പക്ഷെ സന്തോഷത്തോടെ വരുന്ന ആങ്ങിനോട് കട്ടാരയ്ക്ക് അത് പറയാൻ തോന്നിയില്ല. അവൾ അതിന്റെ മുകളിലൂടെ മഞ്ഞിട്ട് മറച്ചു വെച്ചു. എന്നിട്ട് മറ്റെന്തൊക്കെയോ കാര്യം പറഞ്ഞ് അവൾ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ അവർ ടെമ്പിൾ എല്ലാം നടന്നു കാണുന്നു. അപ്പോൾ സോക്ക കട്ടാരയോട് ചോദിക്കും, നീ എന്തിനാണ് അവനോട് പറയാതിരുന്നത്? നമുക്കൊരിക്കലും അത് അവനോട് മറച്ചു വെക്കാൻ കഴിയില്ല. സോക്ക, നീ അവനോട് അത് പറയണ്ട, അത് പറഞ്ഞാൽ അവൻ തകർന്നു പോകും. ഇപ്പോൾ ആങ് അവർക്കൊരു സ്റ്റാച്ചു കാണിച്ചു കൊടുക്കുന്നു. അതാണ് അവന്റെ ഗുരു. അദ്ദേഹത്തിന്റെ പേര് ഗ്യാറ്റ്സോ. ആങ്ങിനെ എയർ ബെൻഡിങ് പഠിപ്പിച്ചു കൊടുത്തതെല്ലാം അദ്ദേഹമാണ്. അങ്ങനെ അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഗ്യാറ്റ്സോയോട് ആങ് ചോദിക്കുന്നു, ഈ അവതാറിന്റെ വിഷയങ്ങളെല്ലാം തെറ്റല്ലേ? ഞാൻ അതിനു വേണ്ടി റെഡിയാണെന്ന് ഞാനങ്ങനെ മനസ്സിലാക്കും. ആങ്, എന്നാണോ നിനക്ക് എയർ ടെമ്പിളിലേക്ക് കയറാനുള്ള പ്രായമാവുന്നത് അന്ന് നീ അത് മനസ്സിലാക്കും. ഇപ്പോൾ നീ എന്റെ കൂടെ കേക്ക് ഉണ്ടാക്കാൻ വരുന്നുണ്ടോ എന്ന് ഗ്യാറ്റ്സോ ചോദിക്കുമ്പോൾ ആങ് അതിന് വരാമെന്ന് പറയുന്നു. എന്നിട്ട് അവർ കേക്ക് ഉണ്ടാക്കുന്നു, എയർ ബെൻഡേഴ്സിന്റെ തലയിലേക്ക് കൊണ്ടുപോയിടുന്നു. അങ്ങനെയൊക്കെയാണ് അവർ സന്തോഷിച്ചിരുന്നത്. ഇപ്പൊ പ്രസന്റിൽ സങ്കടത്തിലാവുന്ന ആങ് എനിക്ക് വേണ്ടി ഒരാൾ എയർ ടെമ്പിളിൽ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കയറി പോകുന്നു. അവിടെ എത്തുന്ന സോക്ക അകത്ത് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് വാതിൽ ചിന്താട്ടു. പക്ഷെ വാതിൽ തുറക്കില്ല. അവൻ ആങ്ങിനോട് താക്കോൽ ഉണ്ടെന്ന് ചോദിക്കുന്നു. അതിൽ ആങ് പറയും, സോക്ക, ഇതിന്റെ താക്കോൽ ഒരു എയർ ബെൻഡിങ് ആണ്. ആങ് എന്നിട്ട് ആ വാതിലിന്റെ അവിടെയുള്ള 2 ഓട്ടയിലേക്ക് എയർ ബെൻഡിങ് കൊണ്ട് കാറ്റ് കടത്തിവിടുന്നു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ആ വാതിൽ തുറക്കുന്നു. അതിന്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കയറിപ്പോകുന്നു. ഇതേ സമയത്ത് കമാൻഡർ ജാവോ സൂക്കോയെ ചീത്ത പറയുന്നു. കാരണം അവതാരണ കയ്യിൽ കിട്ടിയിട്ട് പോലും അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. നീ ഇനി അവതാരണ പിന്തുടരാൻ നിൽക്കണ്ട, ഞാൻ അവനെ പിടിച്ചോളാം. അത് കേട്ട് ദേഷ്യത്തിൽ സൂക്കോ ചാടി അടിക്കാൻ നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അവനെ പിടിച്ചു വയ്ക്കുന്നു. പക്ഷെ അങ്കിൾ ഒരു ഭാഗത്തിരുന്ന് ഇനിയും ചായ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എയർ ടെമ്പിളിന്റെ അകത്തേക്ക് കയറി പോയവർ കാണുന്നത് ഒരുപാട് സ്റ്റാച്യൂസ് ആണ്, ഒരുപാടധികം. ഈ സ്റ്റാച്യൂസ് ഒക്കെ ഓരോ ജനറേഷനിൽ ജീവിച്ച് മരിച്ച അവതാറിന്റെ സ്റ്റാച്യൂസ് ആണ്. അവരൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ സ്റ്റാച്യൂസ് ഒക്കെ ഓരോ ട്രൈബ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സൈക്കിൾ അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. ആദ്യം എർത്ത്, പിന്നെ ഫയർ, പിന്നെ എയർ, അതിനുശേഷം വാട്ടർ, ഇങ്ങനെ ഒരു സൈക്കിൾ അനുസരിച്ച്. ആങ് ഇപ്പോൾ അതിലുള്ള ഒരു സ്റ്റാച്യൂവിനെ മാത്രം കൺമായാതെ നോക്കി നിൽക്കുന്നു. അതാരാണെന്ന് കട്ടാർ ആങ്ങിനോട് ചോദിക്കുമ്പോൾ ആങ് പറയും, ഇതാണ് അവതാർ റോക്കു, എനിക്ക് മുമ്പുണ്ടായിരുന്ന അവതാർ. ആങ്, ഇദ്ദേഹത്തെ നിനക്ക് എങ്ങനെ അറിയാം? അറിയില്ല, എപ്പോഴോ ഇദ്ദേഹത്തെ ഞാൻ കണ്ടതുപോലെ എന്ന് ആങ് പറയുന്നു. പെട്ടെന്ന് വാതിലിന്റെ അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കി ആരോ കയറി വരുന്നു. ആ നിഴല് കണ്ടപ്പോഴേ സോക്ക ഉറപ്പിച്ചു അതൊരു ഫയർ ബെൻഡർ തന്നെയാണെന്ന്. ഇന്നവൻ ജീവനോടെ പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞ് സോക്ക ചാടി പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് ഫയർ ബെൻഡർ ഒന്നുമല്ല, ലാമർ എന്ന് പറയുന്ന ഒരു മൃഗമാണ്. കണ്ടുടനെ ആങ് അതിനെ അവന്റെ പെറ്റാക്കാൻ തീരുമാനിച്ചു. പക്ഷെ സോക്കയ്ക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അവൻ അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചു തിന്നണം. ശേഷം രണ്ടുപേരും അതിന് പിന്നാലെ ഓടുന്ന വഴി ആങ് സോക്കയെ തള്ളിയിട്ടു. ടെമ്പിളിന്റെ ഒരു അവസാനം എത്തുന്ന സമയത്ത് ആ ജീവി പെട്ടെന്ന് പറന്നു പോകും. പക്ഷെ ആങ് വിടില്ല, അതിന്റെ പിന്നാലെ വീണ്ടും പോകുന്നു. ഇവിടെ സൂക്കോയുടെ അടുത്തേക്ക് കമാൻഡർ സാവോ വന്ന് ഞാൻ ഉടനെ തന്നെ അവതാരണം പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോകും. ആ സമയത്ത് എന്റെ ആൾക്കാർ നിങ്ങളെ പുറത്തു വിടും. എന്താ കമാൻഡർ സാവോ, നിനക്ക് എന്നെ പേടിയാണോ എന്ന് സൂക്കോ. എന്ത്, എനിക്ക് നിന്നെ പേടിയോ? നീ വെറും ഒരു പുറത്താക്കപ്പെട്ട രാജകുമാരൻ മാത്രമാണ്. നിനക്ക് ആരുമില്ല, സ്വന്തം അച്ഛന് പോലും നിന്നെ വേണ്ട. ഇല്ല, അവതാറിനെ ഞാൻ എന്റെ അച്ഛന് പിടിച്ചു കൊടുക്കും. അങ്ങനെ വീണ്ടും എനിക്ക് നിന്റെ നഷ്ടപ്പെട്ടു പോയ സ്ഥാനം എന്റെ അച്ഛൻ തിരിച്ചു തരും. നിന്റെ അച്ഛൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിനക്ക് ആ സ്ഥാനം എപ്പോഴേ തന്നിരുന്നു. പക്ഷേ നിന്റെ അച്ഛനറിയാം നീ ഒരു പരാജയവും ഫയർനേഷന്റെ അപമാനവുമാണെന്ന് എന്ന് സാവോ. ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിക്കുന്ന സൂക്കോ സൂര്യ അസ്തമിക്കുന്നതിന് മുന്നേ ഒരു 1vs1 ഫൈറ്റിന് വേണ്ടി കമാൻഡർ സാവോയെ വിളിക്കുന്നു. കമാൻഡർ സാവോയും അതിന് റെഡിയാണ്. ഇവിടെ ഇപ്പോൾ ലെമറിനെ പിടിക്കാൻ വേണ്ടി വന്ന ആങ് അതൊരു ചെറിയ സ്ഥലത്തേക്ക് കയറി പോകുന്നത് കണ്ട് അതിന്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ ആങ് അവിടെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. എന്തെന്നാൽ ഒരുപാട് എയർബെൻഡേഴ്സ് മരിച്ചു കിടക്കുന്നു. അതിലൊക്കെ ഉപരി അവന്റെ മാസ്റ്റർ ഗ്യാറ്റ്സോയും. തകർന്നു പോയ ആങ് അവിടെ മുട്ടുകുത്തിയിരിക്കുന്നു. ഇതേ സമയത്താണ് അവിടേക്ക് സോക്ക കയറി വരുന്നത്. ഹേ ആങ്, നിനക്ക് ആ ജീവിയെ കിട്ടിയോ? എടാ നീ വിഷമിക്കണ്ട, ഞാനത് തിന്നാനൊന്നും പോകുന്നില്ല. ഓ എന്റെ ദൈവമേ, നീ അത് കണ്ടോ? ആങ്, എല്ലാം ശരിയാവും, നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് സോക്ക അവനെ തൊടുന്നു. പെട്ടെന്നാണ് നേരത്തെ കണ്ടതുപോലെ ആങ്ങിന്റെ കണ്ണും തലയും പ്രകാശിക്കാൻ തുടങ്ങിയത്. അത് മാത്രമല്ല ആങ്ങിന്റെ കണ്ണും പ്രകാശിക്കുന്നത് പോലെ എയർ ടെമ്പിളിന്റെ അകത്തുള്ള എല്ലാ സ്റ്റാച്ചുവും പ്രകാശിക്കുന്നു. ഇത് കട്ടാരയും കാണുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അവതാറിന്റെ ടെമ്പിൾസിലെയും അവതാറിന്റെ സ്റ്റാച്ചു പ്രകാശിക്കാൻ തുടങ്ങി. ഇപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി അവതാർ തിരിച്ചു വന്നുവെന്ന്. ഈ വിവരം ഫയർലോർഡിനെ അറിയിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പറയുന്നു. ഇവിടെ ദേഷ്യം മൂത്ത ആങ് ആകാശത്തേക്ക് പറന്നുയരാൻ തുടങ്ങി. അവന്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ കഴിയുന്നില്ല. അടുത്തുണ്ടായിരുന്ന സോക്ക വരെ തെറിച്ചുപോയി. ഇപ്പോൾ അവിടേക്ക് വരുന്ന കട്ടാരയോട് എല്ലാ കാര്യങ്ങളും സോക്ക പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് കട്ടാര സോക്കയോട് പറയും, ഇത് അവന്റെ ഉള്ളിലുള്ള അവതാരണ ശക്തിയാണ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ അവനെ എങ്ങനെയെങ്കിലും പോയി സമാധാനിപ്പിക്കാം എന്ന് പറഞ്ഞ് കട്ടാര പോകുന്നു. ഇവിടെ സൂക്കോയും കമാൻഡർ സാവോയും അവരുടെ 1vs1 ഫൈറ്റിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. സൂക്കോയോട് അങ്കിൾ പറയും, സൂക്കോ, ഞാൻ പറഞ്ഞു തന്ന കാര്യം ഒന്നും മറക്കരുത്, നീ തന്നെ ജയിക്കും. അങ്ങനെ അവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം സൂക്കോ കമാൻഡർ സാവോയ്ക്ക് നേരെ ഒരുപാട് ഫയർ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ പിന്നീട് കമാൻഡർ സാവോ അദ്ദേഹത്തിന്റെ മുഴുവൻ പവറും യൂസ് ചെയ്ത് സൂക്കോയെ ഷൂട്ട് ചെയ്ത് താഴേക്കിടും. പക്ഷെ സൂക്കോ വിട്ടുകൊടുക്കില്ല. അങ്കിൾ പറഞ്ഞതുപോലെ അവസാനം സൂക്കോ തന്നെ വിജയിക്കുന്നു. ഇതാണ് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ്, ഇനി എന്റെ വഴിയിൽ നീ വന്നാ ഇപ്പോൾ കിട്ടിയതുപോലെ ആവില്ല എന്ന് പറഞ്ഞ് വളരെ മാസായി തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ കമാൻഡർ സാവോ ഫയർ ബെൻഡിങ് കൊണ്ട് സൂക്കോയെ പുറകിൽ നിന്ന് ചവിട്ടുന്നു. പക്ഷെ പെട്ടെന്ന് അങ്കിൾ വന്ന് സാവോയുടെ കാല് പിടിച്ച് ദൂരത്തേക്ക് തള്ളിയിട്ടു. കമാൻഡർ സാവോ പരാജയപ്പെട്ടാൽ അത് അക്സെപ്റ്റ് ചെയ്ത് മാറി നിൽക്കണം, അല്ലാതെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളെക്കാളും മാന്യത എന്റെ സൂക്കോയ്ക്കുണ്ട്, അതുകൊണ്ട് ചായ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അങ്കിള് വളരെ മാസ
മാസായിട്ട് സാവയെ അപമാനിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇവിടെ ആങ്ങിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കട്ടാര പറയും, ആങ്, നിനക്കിപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്റെ അമ്മ മരിച്ചപ്പോഴും എനിക്ക് ഇതേ അവസ്ഥയായിരുന്നു. നിന്റെ വംശത്തിലുള്ള എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാവാം, പക്ഷേ നിനക്ക് ഇപ്പോഴും ഒരു ഫാമിലി ഉണ്ട്. ഞാനും സോക്കയുമാണ് നിന്റെ ഫാമിലി. ഇതൊക്കെ കേട്ട് ആങ് പതിയെ താഴേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ആങ്ങിന്റെ കണ്ണിലുണ്ടായിരുന്ന പ്രകാശമൊക്കെ പോയി അവനാണ് ഈ ലോകത്തിലുള്ള ലാസ്റ്റ് എയർബെൻഡർ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. അതിനുശേഷം ആങ് അവതാർ റോക്കുവിനെ പോയി കണ്ട് അവർ തിരിച്ചു പോവാൻ നിൽക്കുമ്പോൾ ആങ് കട്ടാരയോട് പറയും, അവതാർ റോക്കുവിനോട് എനിക്ക് എങ്ങനെയെങ്കിലും സംസാരിക്കണം, എന്നാൽ എന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. അതിന് കട്ടാര പറയും, അങ്ങനെയാണെങ്കിൽ അതിനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ സമയത്ത് നേരത്തെ ചാടിപ്പോയ ആ ലേമർ അവിടേക്ക് വരുന്നു. അതിനെ സോക്ക തിന്നാതിരിക്കാൻ വേണ്ടി അതിന്റെ കയ്യിലുള്ള ഒരുപാട് ഫ്രൂട്ട്സ് സോക്കയ്ക്ക് ഇട്ടുകൊടുക്കും. ശേഷം അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവർ പോകാൻ നിൽക്കുമ്പോൾ ആങ് പറയും, കട്ടാര, സോക്ക നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന പുതിയ മെമ്പറാണ് ഇവന്റെ പേര് മോമോ. അങ്ങനെ അവർ അവിടെ നിന്ന് ആപ്പയുടെ പുറത്ത് കയറി പോകുന്നു. ദൂരത്തേക്ക് അവർ പോകുന്നതിനനുസരിച്ച് മേഘത്താൽ ആ ടെമ്പിൾ കാണാണ്ടായി വരുന്ന ഈ സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ പറ്റി തോന്നുന്ന എന്തൊരു കാര്യം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.